പലവിധ കളികളാണ് നടക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് വയനാട്ടിൽ വന്ന പോസ്റ്ററുകൾ. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിന് മുന്നിൽ, MP ഓഫീസിന് മുന്നിൽ ഇംഗ്ലീഷിൽ പോസ്റ്ററുകൾ വന്നു. കേരളം നിങ്ങൾക്ക് മാപ്പ് നൽകില്ല, വയനാട് അമേത്തിയാകും, ഇങ്ങനെയൊക്കെയായിരുന്നു പോസ്റ്ററിൽ എഴുതി വച്ചിരുന്നത്. അത് കണ്ട് പേടിച്ച് പ്രിയങ്ക ഗാന്ധി VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ഹൈക്കമാൻഡിനോട് നിർദ്ദേശിക്കും എന്നൊക്കെയാണ് ഇവർ കരുതിയത്. ആരാണ് ഇതിനു പിന്നിൽ? സംശയമേ വേണ്ട, മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ആകാനാണ് സാധ്യത. കാരണം വയനാട്ടിൽ ജയിക്കണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ വേണം. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും പിന്തുണക്കുന്നത് VD സതീശനെയാണ്. VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ ഇവരൊക്കെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് എതിരെ വോട്ട് ചെയ്യും. അങ്ങനെ വയനാട് അമേത്തിയാകും. ഇതാണ് ഒരു ഭീഷണി. ഇപ്പോൾ ഇതാ മറ്റൊരു ഭീഷണി കൂടി വന്നിട്ടുണ്ട്. അത് സാംസ്കാരിക നായകന്മാരുടേതാണ്. സാംസ്കാരിക നായകന്മാർ ഒന്നടങ്കം KC വേണുഗോപാലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് ആ സാംസ്കാരിക നായകർ? MM കാരശ്ശേരി, കൽപ്പറ്റ നാരായണൻ, KG ശങ്കരപ്പിള്ള, UK കുമാരൻ, S ജോസഫ്, ഡോക്ടർ ആസാദ്, ഡോക്ടർ CJ ജോർജ്, സാറ ജോസഫ് എന്നിവരാണ് ഈ സാംസ്കാരിക നായകന്മാർ. എന്താണ് സാംസ്കാരിക നായകന്മാർ പറയുന്നത്? പ്രസ്താവനയുടെ പൂർണ്ണരൂപം നമുക്കൊന്ന് നോക്കാം. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് വലിയ ഭൂരിപക്ഷം നേടിയ മുന്നണിയിലെ നേതൃകക്ഷി ഇങ്ങനെ കുഴങ്ങുന്നത് മുമ്പൊരിക്കലും കണ്ടിട്ടില്ല. മെയ് 4-ന് തെരഞ്ഞെടുപ്പ് ഫലം വന്നതാണ്. 10 ദിവസമാകുന്നു. കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിനോ ദേശീയ നേതൃത്വത്തിനോ ഇനിയും പരിഹാരം കണ്ടെത്താനായിട്ടില്ല. എന്താണ് ഈ പ്രശ്നത്തിന് കാരണം? ജനവിധിയുടെ ആത്മാവ് കാണാൻ ശേഷിയില്ലായ്മയല്ലേ? അഥവാ അത് മനസ്സിലാക്കിയിട്ടും സ്വന്തം അജണ്ട നടപ്പാക്കാൻ ജനവിധി അട്ടിമറിക്കുന്നതിൽ പോലും തെറ്റ് കാണാത്ത ചില നേതാക്കളല്ലേ? ജനങ്ങളുടെ വോട്ട് നിശ്ചയം അപ്പാടെ കവർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാളെ മുഖ്യമന്ത്രിയായി പ്രതിഷ്ഠിക്കാൻ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയും അത് നടപ്പാക്കാൻ നടന്ന സ്വാധീന ശ്രമങ്ങളുമാണ് ജനങ്ങൾ കാണുന്നത് എന്നും. അപ്പോൾ ആർക്കെതിരെയാണ്? കൃത്യമാണ് KC വേണുഗോപാലിന് എതിരെയാണ് ഈ പ്രസ്താവന. ആരാണ് ഇതിന് പിന്നിൽ കളിച്ചിട്ടുണ്ടാകുക? ഒരു സംശയവും വേണ്ട, VD പക്ഷം തന്നെയായിരിക്കും, VD സതീശൻ പക്ഷം. നോക്കൂ, പറയുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാളെ മുഖ്യമന്ത്രിയായി പ്രതിഷ്ഠിക്കാൻ, അതാണ് പ്രതിഷ്ഠിക്കാൻ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയും അത് നടപ്പാക്കാൻ നടന്ന സ്വാധീന ശ്രമങ്ങളുമാണ് ജനങ്ങൾ കാണുന്നത് എന്ന്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാംഗങ്ങൾ തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നേതാവിനെ തെരഞ്ഞെടുക്കുന്നതാണ് ജനാധിപത്യ മുറ. സാംസ്കാരിക നായകന്മാർ പറയുകയാണ്, പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാംഗങ്ങൾ തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നേതാവിനെ തെരഞ്ഞെടുക്കുന്നതാണ് ജനാധിപത്യ മുറ. അവിടെ ബാഹ്യമായ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുന്നത് ശരിയല്ല. നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിശ്ചയിച്ച ഒരാൾ തെരഞ്ഞെടുപ്പിൽ തോൽക്കാനിടയായാൽ ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് പുറത്തുനിന്ന് മറ്റൊരു നേതാവിനെ നിയോഗിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകാം. പക്ഷേ ഇവിടെ അങ്ങനെയൊരു സാഹചര്യമില്ല. ഇപ്പോഴുണ്ടായ ദൗർഭാഗ്യകരമായ സന്നിഗ്ധാവസ്ഥ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. അതിൽ ഗൂഢാലോചനയും ആസൂത്രണവും ഉണ്ടെന്ന് സ്പഷ്ടവുമാണ്. ജനാധിപത്യത്തെ കളങ്കപ്പെടുത്തുന്ന പ്രതിഷേധാർഹമായ സമീപനമാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ചാൽ 2 തരത്തിലാണ് ഈ പ്രസ്താവന നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. ഒന്ന് KC വേണുഗോപാലിനാണ്, മറ്റൊന്ന് ഹൈക്കമാൻഡിന് എതിരെയാണ്, കോൺഗ്രസിന് എതിരെയാണ്. കോൺഗ്രസിനെതിരെയും KC വേണുഗോപാലിനെതിരെയും പ്രസ്താവന ഇറക്കുക ആർക്കു വേണ്ടി? VD സതീശന് വേണ്ടി. പക്ഷേ VD സതീശൻ എന്ന് ഇതിൽ പറയുന്നില്ല. പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ നിന്ന് ഒരു നേതാവിനെ കണ്ടെത്തുക എന്നതായിരിക്കണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ രമേശ് ചെന്നിത്തലയും കൂടി ഇതിൽ പരാമർശിക്കാമായിരുന്നു. പക്ഷേ ചെന്നു തറക്കുന്നത് KC വേണുഗോപാലിലാണ്. ആർക്കു വേണ്ടിയിട്ടാണ് എന്ന് മുഴുവൻ പ്രസ്താവന വായിച്ചാലും മനസ്സിലാകും. അപ്പോഴൊക്കെ ജനവികാരം, ജനങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞ് VD സതീശനാണ് ജനപിന്തുണ എന്ന് വരുത്തി തീർക്കാൻ ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് മറ്റൊരു അടവാണ്. നേരത്തെ നടന്നത് പ്രിയങ്ക ഗാന്ധിയെ ഭീഷണിപ്പെടുത്തുക എന്നതാണെങ്കിൽ ഇതിൽ ഏതാനും സാംസ്കാരിക നായകരെ രംഗത്തിറക്കി VD സതീശന് വേണ്ടി ഗോഗോ വിളികൾ സജീവമാക്കുക അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഇതിനെല്ലാം വഴങ്ങുമോ ഹൈക്കമാൻഡ് എന്നതാണ് അറിയാനുള്ളത്.